Hello everyone, welcome back to our channel. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ചാനലിൽ ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിടും. വല്ല സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ വീഡിയോസിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 100 അബവ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുള്ള സൂഫിയും സുജാതയും എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ നമ്മുടെ സുജാത, ദാറ്റ് ഈസ് അദിതി റാവുവിൻ്റെ മേക്കപ്പ് ലുക്കാണ്. അതിൽ വളരെ ഡ്യൂയി, എന്താ പറയുക, ഒരു അടിപൊളി, എന്താ പറയുക, ഭയങ്കര ഒരു യൂത്ത്ഫുൾ ആയിട്ടാണല്ലോ ആളിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു സംഭവമാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പറയട്ടെ, ആളെ പോലെ ഒരിക്കലും ഞാനിരിക്കില്ല, കാരണം എൻ്റെ ഫീച്ചേഴ്സും ആളുടെ ഫീച്ചേഴ്സും രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ കാര്യം മനസ്സിലുണ്ടാവണേ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും എന്നെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാ കാര്യങ്ങളും ഞാൻ അതിലാണ് കൂടുതലും അപ്ഡേറ്റ് ചെയ്യാറുള്ളത്, മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ടീച്ചേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ആ ഒരു സമയത്ത് ഈ സാധനം നിലത്ത് വീണ് സ്ക്രീനൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വർക്കാവാതെ വീണ്ടും കൊണ്ട് ശരിയാക്കിയിട്ടൊക്കെയാണ് ആ വീഡിയോ എടുത്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ മുകളിൽ കാർഡ് എവിടെയെങ്കിലും ഇടാം. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനു മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മറക്കാതെ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ ദെൻ, അപ്പോൾ ശരിക്കും നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്കിൻ ആയി തന്നെ പ്രെപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വവ് സ്കിൻ സയൻസിൻ്റെ ആപ്പിൾ സൈഡർ വിനെഗറിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. അത്ര തിക്കൊന്നുമല്ല, എന്നാൽ നല്ല ഗ്ലോവി ആയിട്ട് സ്കിന്നിനെ വെക്കും. ഇനി ഞാൻ ഡേഗയുടെ മറ്റേ ടീ ടോണറാണ്. ഏതെങ്കിലും ടോണർ ഉപയോഗിക്കാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇടാം, എനിക്കറിയാതല്ല കറക്റ്റ് വേന്ന്. എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഇടാണ്. ഇത് പോസ് ആൻഡ് മാർക്സിൻ്റെ മുരിങ്ങയുടെ ഓയിലാണ്. എനിക്കറിയാം, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചുള്ള ഓർഡറിലാണ്, കാരണം ഇതൊരു കുറച്ചും കൂടെ ഗ്ലോവി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ പ്രൈമറാണ്. ഇതൊരു 3-in-1 പ്രൈമറാണ്, മോയ്സ്ചറൈസിങ് ആണ്. കുഴപ്പമില്ലാത്തൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൈമറാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടത് ഫേസിൽ നന്നായിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം, ഉരയ്ക്കരുത്. മറ്റേത് കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് വേണം. ഇനി ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ അണ്ടർ ഐസിലും അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലം ഉള്ള ഏരിയാസിലും, എസ്പെഷ്യലി ബ്രോസിൻ്റെ അടിയിൽ. അതെന്താ വെച്ചാൽ ബ്രോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോട്ട്സിലെല്ലാത്തും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം ടു ആനിയാണ്. അത് അത്യാവശ്യം അഫോർഡബിളാണ്, എന്നാൽ നല്ല കവറേജ് എന്നല്ല, കുഴപ്പമില്ലാത്തൊരു കവറേജ് തരുന്നതാണ്. അപ്പോൾ ഇതും ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് ആദ്യം ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഐബ്രോസിൻ്റെ താഴെ കുറച്ച് വിടായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഫർദർ നമ്മുടെ ഐബ്രോ ചെയ്ത് കഴിയുമ്പോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും, കാരണം ആളുടെ ഐബ്രോസ് കുറച്ചൊരു തിക്കാണ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ എന്താ പറയുക, ഒരു ഫൗണ്ടേഷനാണ്. ഇത് ഇൻവിസിബിൾ ഫൗണ്ടേഷനാണ്, വാട്ടർ ബേസ്ഡ് ആണ്. ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ പറ്റിയിട്ടുള്ള ഒന്നാണ്. സ്കിൻ അങ്ങനെ ക്ലോഗ് ആക്കണ പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും, എൻ്റെ കഴുക്കിൻ്റെ കൂടാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് ഡാബ് ചെയ്യണം. ഡാബല്ല, വെറ്റാക്കണം. വെറ്റാക്കിയിട്ട് വേണം എപ്പോഴും നമ്മുടെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, എന്താണ്, സ്പഞ്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു സ്പൂളി വെച്ചിട്ട് ബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം ആളുടെ ബ്രോസ് കണ്ടറിയാം നല്ലൊരു തിക്കാണ്. അപ്പം ഞാൻ ആളുടെ ബ്രോസ് പോലെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തിക്കായിട്ട് എൻഡിങ്ങിൽ തിന്നാക്കാനാണ് പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു പെൻസിൽ വെച്ചിട്ട്, ഇത് നൈബേൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം കുറച്ച് തിക്കാണ്, ഒരു സ്പെഷ്യൽ ഷേപ്പാണ്. എനിക്ക് തോന്നുന്നു ആളൊക്കെ എന്താ പറയുക ബ്രോസ് ചെയ്തിട്ടുണ്ട്, പെർമനൻ്റ് ആയിട്ട്. അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ, സെലിബ്രിറ്റീസ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഡൂയിങ് ദറ്റ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീക്രിയേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അതിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് തിക്കാവണം, അടിയിൽ കുറച്ച് തിന്നാവണം. ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ബ്രോസ് കുറച്ച് ഷേവ് ചെയ്ത് കളഞ്ഞു, കാരണം ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ വേറെ ഷേപ്പാണ്. ഇതൊരു കൺസീലർ പെൻസിലാണ്. എൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് AliExpress വാങ്ങിയിട്ടുള്ളതാണ്. ഇതുകൊണ്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് കറക്റ്റ് ഇങ്ങനെ ഡിഫൈൻ ആക്കാനായിട്ട് പറ്റും.
എന്നിട്ട് അത് വെറുതെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അതിൻ്റെ താഴെയും ഒരു ബ്രൗൺ കളർ പെൻസിലുണ്ട് നമ്മുടെ ബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അതൊരു ന്യൂഡ് കളർ ഷെയ്ഡാണ്. ന്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസീലർ ലൈറ്ററാണ്, പക്ഷേ നമ്മുടെ ബ്രോസിനെ കുറച്ചും കൂടി ഡിഫൈനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ കേൾ ചെയ്യാൻ പോവാണ്. ആളധികം മസ്കാര ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലാഷസും കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ ആ ഒരു ലുക്ക് എന്തായാലും എനിക്ക് അധികം പണിയില്ലാണ്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ അത് അങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ലൈറ്റൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അതിലെന്നോട് ക്ഷമിക്കണം. ഇത് സിവാനയുടെ പാലറ്റിലെ ഒരു കോണ്ടോർ ചീക്ക് പാലറ്റാണ്. ഇതിന്ന് ഞാൻ കുറച്ച് എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡാണ് എടുത്തത്. അത് ഇപ്പം ഞാൻ പിങ്ക് ഷെയ്ഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഷെയ്ഡാണ് എടുത്തത്. കാരണം പിങ്ക് ഷെയ്ഡ് ഭയങ്കര ലൈറ്ററായി. കാരണം ആളുടെ ഐലിഡ്സിൽ ഒരു പിങ്കി ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷേ അത് അത്ര പിങ്കി അല്ല. അതുകൊണ്ട് ഞാൻ ഒരു പിങ്കി ബ്രൗൺ ഷെയ്ഡാണ് എടുത്തത്. ഇനി ഞാൻ ആ കൺസീലർ വെച്ചിട്ട് കണ്ണിൻ്റെ എഡ്ജിൽ ആ ഒരു പോയിന്റിൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആളുടെ ഐസിന് കുറച്ച് ലെങ്ത് ഉണ്ട്. ഇനി ഞാൻ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. അതിനെ തോന്നുന്ന പേര് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അത് മേബലിൻ്റെ ആണ്. അത്യാവശ്യം നല്ല തിക്കാണ്. പക്ഷേ നിങ്ങളത് ഉള്ളിൽ നിന്ന് തുടങ്ങരുത്, എൻഡിൽ മാത്രം അപ്ലൈ ചെയ്യാവൂ കേൾ ചെയ്ത് കഴിഞ്ഞിട്ട്. ഇത് ഞാൻ കഷ്ടപ്പെട്ടിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടൊക്കെയാണ് ലൈറ്റ് അടിക്കണേ, എനിക്ക് വയ്യ. അപ്പോൾ എന്നിട്ട് വേറൊരു ബ്രഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്ലഷ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ആ പിങ്ക് കളർ ഷെയ്ഡ് തന്നെ കുറച്ച് എൻ്റെ ചീക്സിലും നോസിൻ്റെ ടിപ്പിലും അതുപോലെ തന്നെ ചിന്നിലും ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു റോസി ഗ്ലോ ഷെയ്ഡ് വരും. എന്നാലും എനിക്കതൊന്നും ഒരു തൃപ്തികരമായിട്ടില്ല. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഞാൻ കുറച്ച് കോണ്ടോർ ചെയ്യാണ്. ആളതിൽ കോണ്ടോറൊന്നും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ ആളുടെ ഫേസ് കുറച്ച് ചെറുതാണ്. എൻ്റെ ഫേസ് അത്ര ചെറുതല്ല. അപ്പോൾ അതിനെ ഞാൻ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭയങ്കരമായിട്ടൊന്നും കോണ്ടോർ ചെയ്യുന്നില്ല, ഹാർഷ് ലൈൻസ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ചും കൂടെ സ്കിന്നായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്. ഇനി ഞാനിത് ലാ പേർള എന്ന് തന്നെയാണ് എൻ്റെ പേര്. അപ്പോൾ ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ഒരു 99 ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ അയച്ചെന്നാണ്. ഇത് അതിൻ്റെ ഒരു ന്യൂഡ് കളർ ഷെയ്ഡാണ്. അപ്പോൾ ആളുടെ ലിപ്സും കുറച്ചും കൂടെ ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇതൊരു കുഴപ്പമില്ലാതെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു പിങ്ക് കളർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുതന്നെ ഞാൻ കുറച്ചെടുത്ത് എൻ്റെ ചീക്കിലിടാണ്. കാരണം ഞാൻ എനിക്കത് ഫുള്ളായിട്ട് തോന്നില്ല. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഷുഗറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈലൈറ്റർ എടുത്തിട്ട് ഇടാൻ പോവാണത്. ഷാമ്പിയൻ അതിൻ്റെ പേര് ഞാൻ താഴെ. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി ഹൈലൈറ്ററാണ്, നമ്മുടെ സ്കിന്നായിട്ട് തന്നെ തോന്നും. പിന്നെ ഇത് വന്നിട്ട് അവരുടെ തന്നെ ലാപ്പലയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്, റെഡ് ലിപ്സ്റ്റിക്കാണ്. അതിലൊരു പൊട്ട് തൊട്ടുണ്ട്, ഒരു റെഡ് പൊട്ട്. അതിൻ്റെ ഇല്ല, എൻ്റെ കയ്യിൽ ബ്ലാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിലും ചെയ്ത പോലെ തന്നെ കഷ്ടപ്പെട്ട പൊട്ട് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ തിന്നായിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു കുഞ്ഞി പൊട്ട് തൊട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കോളർ ബോൺസ് അതൊന്ന് കുറച്ച് സക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എയർ പിടിച്ചിട്ട് അപ്പോൾ നമ്മുടെ ബോൺ വരും. അതിൻ്റെ മുകളിലൊരു കുറച്ച് ഹൈലൈറ്റ് ഇട്ടെടുത്ത് നമ്മളെ ബ്ലൗസ് ഇടുമ്പോൾ ആളുടെ പോലത്തെ ഒരു ഡിഫൈൻ ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് എന്നോട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ എന്താ ക്യാമറയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടമാവണത്. അതെൻ്റെ ഫോൺ ക്യാമറ ആയതുകൊണ്ടായിരിക്കാം എല്ലാം ക്യാപ്ചർ ആവാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഉള്ളതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ, ടേക്ക് കെയർ.